മാലം സെയിന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ജൂബിലി സമാപനത്തോട് അനുബന്ധിച്ച് നടത്തിയ കുർബാനയിലെ അഭിവന്ദ്യ തോമസ് മാർ കൂറിലോസ് പിതാവിന്റെ പ്രസംഗത്തിൽ നിന്ന് രൂപകൽപ്പന ചെയ്യുവാൻ ദൈവം നിയോഗിച്ചത് നമ്മുടെ ഭാഗ്യവാനായ സക്രിയാസ് മാർ അഥനാസ്യൂസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. വത്സല പിതാവിനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നിങ്ങൾക്കറിവുള്ളതുപോലെ പിതാവ് വലിയ ഒരു ദിഷണാശാലിയായിരുന്നു. അതുപോലെ തന്നെ പിതാവിനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്ന ഒരു വലിയ പിതാവാണ്. എന്നെ സെമിനറിയിലേക്ക് എടുത്തത് പിതാവാണ്. എൻ്റെ ഇടവകയിൽ വരുമ്പോൾ ഒരു കസേരയൊക്കെ ഇട്ട് ഒരു പ്ലാവുണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ ചുവട്ടിൽ ഞങ്ങളെ എല്ലാവരെയും ഇരുത്തി, നല്ല മണലായിരുന്നു അന്ന്. അപ്പോൾ ആ തണലിൽ ഇരുത്തി തിരുമേനി സംസാരിക്കുന്നതും ഞങ്ങളോട് സ്നേഹത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതുമൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ മുഖമാണ് സത്യത്തിൽ എന്നെ സെമിനറിയിലേക്ക് കൊണ്ടുപോകാനായിട്ടിടയായ ഒരു കാര്യം. അനേകം കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അഥനാസ്യൂസ് പിതാവിനെ കാണാമല്ലോ എന്നുള്ളതായിരുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ തൊട്ടടുത്ത് നിന്ന് പിതാവിന് പ്രാർത്ഥന പുസ്തകം കാണിച്ചു കൊടുക്കുന്നതിന്, പിതാവിനെ ശുശ്രൂഷയിൽ സഹായിക്കുന്നതിന് ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് ഞാനിവിടെ സാക്ഷ്യം പറയുവാനും ആഗ്രഹിക്കുന്നു. നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ, ഈ സ്ഥലം തന്ന പ്രിയപ്പെട്ട മക്കൾ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ആ ഒരു കൂട്ടായ്മ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ രൂപീകൃതമായി നമ്മുടെ ചുണ്ടേവാലിൽ വല്യച്ഛൻ വഴി ഈ പ്രകാരം രൂപീകരിക്കപ്പെട്ട് പിന്നീട് നമ്മുടെ ബെർണാഡച്ചന് ഇവിടെ വളരെ ശക്തമായ സമർപ്പണം നടത്തി നമ്മുടെ ഇടവകയെ രൂപീകരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. അതിനുശേഷമുള്ള നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ മറ്റ് തരങ്ങളിൽ നമ്മൾ വിജയിക്കുകയും വളരുകയും ചെയ്യുന്നതിൻ്റെ ഓരോരോ കാര്യങ്ങൾ എല്ലാം ഒന്നിനൊന്ന് ദൈവം അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നമുക്ക് നന്ദിയോടുകൂടി കർത്താവിൻ്റെ അനുഗ്രഹകരമായ ഈ സമർപ്പണത്തെ, നമ്മളോടുള്ള കരുതലിനെ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ വിശുദ്ധ വചനമായിട്ട് വായിച്ചത് നിങ്ങൾക്കറിവുള്ളതുപോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തോത്രഗീതമാണ്. പരിശുദ്ധ അമ്മ പറയുകയാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു, കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ മണർകാട് പ്രദേശത്ത് മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു ഇടവക കൂട്ടായ്മ ഉണ്ടാവുക അതെത്ര ശ്രേഷ്ഠമാണ്. നിങ്ങൾക്കറിവുള്ളതുപോലെ നമ്മളുടെ മാർ ഇവാനിയോസ് പിതാവ്, ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് മലങ്കര സഭയിലെ അതിശ്രേഷ്ഠനായ ഒരു മെത്രാപ്പോലീത്തയായിരുന്നു. ഈ സഭയ്ക്ക് വളരെ ഊടും പാവും നെയ്യുവാൻ, പ്രത്യേകിച്ചും യാക്കോബായ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ വളരെയേറെ ഉള്ള ഒരു സഭാ സമൂഹത്തിൽ നമ്മുടെ പിതാവ് നമുക്ക് നൽകിയ നേതൃത്വം വളരെ വിശിഷ്ടമായ ഒന്നാണ്. അതിൻ്റെ സങ്കടകരമായ പല ഏടുകളും ഒന്നും ഞാൻ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മാർ ഇവാനിയോസ് പിതാവിനെ സംബന്ധിച്ച് പിതാവ് പുനരയിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കണം. എന്തെന്നാൽ അങ്ങനെ നീ എന്നെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവമാണ് യേശുക്രിസ്തുവിനെ അയച്ചു എന്ന് ലോകം വിശ്വസിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു പറഞ്ഞ മാർഗം എന്തായിരുന്നു? എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നാകണം എന്നുള്ളതാണ്. ഒന്നായെങ്കിൽ മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ചത് പിതാവായ ദൈവമാണെന്ന് ലോകം വിശ്വസിക്കത്തുള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് വലിയൊരു നിയോഗമാണ്. ആ നിയോഗമാണ് മാർ ഇവാനിയോസ് പിതാവ് ഏറ്റെടുത്തത്. നമ്മുടെ സഭയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിൽ സഭ അതിങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ ഇങ്ങനെ വളർന്ന് വരികയാണ്. ഭാരതത്തിലും വളരെ ശക്തമായ ഒരു കൂട്ടായ്മ
മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം പേറുന്ന ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. എന്നാൽ 1653 കൂനംകുരിശ് സത്യത്തോടുകൂടി ഈ മാർത്തോമാ സഭാ വിഭാഗങ്ങൾ വിഭജിക്കപ്പെടുകയാണ്. ഒന്ന് പുത്തൻകൂർ സമുദായമെന്നും നേരത്തെ ഉണ്ടായിരുന്നവർ പഴയ കൂറ്റർ എന്നുള്ള തലത്തിലും അങ്ങനെ നിലനിന്ന് 2 ശാഖകളായിട്ട് ഈ വടവൃക്ഷം തിരിയുകയാണ്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം പേറുന്ന ഈ സഭാവിഭാഗങ്ങൾ, ഒന്ന് അല്പം ലത്തീൻ വഹിക്കപ്പെടുന്നതിലൂടെയും മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ആരാധന പൈതൃകത്തിന് വേണ്ടിയും സ്വതന്ത്രമായ ഒരവസ്ഥയിലേക്ക് ഇതാ കടന്നു വരുന്നതിന് അവർ പുത്തൻകൂർ സമുദായമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ പുത്തൻകൂർ സമുദായമാണ് പിന്നീട് അന്ത്യോക്യൻ ആരാധനയുമായി ബന്ധപ്പെടുന്നതും ആരാധനാ കാര്യങ്ങളിൽ അന്ത്യോക്യൻ സഭയെ പിൻചെന്ന് അത് പിന്നീട് ഈ ഭാരതത്തിലുണ്ടാവുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ സഭയിൽ നിന്നുള്ള വിഭജനത്തിന് ശേഷം എന്നും പുനരയിക്കപ്പെടുവാനായിട്ട് വളരെയേറെ ശക്തമായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. 5 തവണ പുനരയിക്ക പരിശ്രമങ്ങൾ നടക്കുകയുണ്ടായി. 5ഉം പരാജയപ്പെട്ടു. അങ്ങനെയാണ് മാർ ഇവാനിയോസ് പിതാവ് 1930 സെപ്റ്റംബർ മാസം 20 ബെൻസിഗർ തിരുമേനിയുടെ ആ പക്കൽ കടന്നു ചെന്ന് ആഗോള കത്തോലിക്ക സഭയിലേക്ക് കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോരോ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കർത്താവ് ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മൾ ഒന്നാവണം എന്നുള്ള കാര്യമാണ്. അതിന്ന് ശക്തമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്നാകുവാൻ ഉള്ള വലിയ ആഗ്രഹം. അപ്പോൾ മാർ ഇവാനിയോസ് പിതാവ് ആ ഒരു ദർശനമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം അത് വിശ്വസനീയമായ തലത്തിൽ എല്ലാവരോടും പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെയുള്ള മറ്റൊന്നാണ്, നമ്മുടെ പൂർവ്വപിതാക്കൾ ഒന്നായിരുന്നു, അത് വിഭജിച്ചു പോയി, വീണ്ടും തിരിച്ചു വരിക. തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ മലങ്കര കത്തോലിക്ക സഭയിൽ വന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ ആരാധനപരമായ കാര്യങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നാൽ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന നമുക്ക് അന്വർത്ഥമാക്കാനും സാധിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മുടെ പൈതൃകം നമുക്ക് നഷ്ടപ്പെടാതെ, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന സബലീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ കത്തോലിക്ക വിശ്വാസത്തിൽ കർത്താവിൻ്റെ അരിമശിഷ്യനായ പത്രോസിൻ്റെ ആ വലിയ പാതയിൽ പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ യാക്കോബായ പാരമ്പര്യത്തിൽ നമുക്കറിയാം, അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടേതും എന്ന് പറഞ്ഞ് മാത്രമാണ് ഈ അന്ത്യോക്യയിലെ പാത്രിക്കീസിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത്. നിക്കിയ സുന്നഹദോസിലാണ് അത് നിർണയിക്കപ്പെട്ടത്. അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ഭാഗത്തെയാണ് ഈ അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് ഈ കൽദായ, മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് ആ ഏഷ്യ മൈനറിലെ മറ്റ് സഭകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ കിഴക്കൊക്കെയുടെ. അതിൻ്റെ ചുമതല സത്യത്തിൽ അന്ത്യോക്യയിലെ പാത്രിക്കീസിനായിരുന്നു. റീസ് പാത്രിക്കീസ് ആയിരിക്കുന്ന പത്രോസിൻ്റെ സിംഹാസനമായിരിക്കുന്ന റോം, അതിനുശേഷം ഗ്രീസിലെ പാത്രിക്കീസ്, അന്ത്യോക്യയിലെ പാത്രിക്കീസ്, അലക്സാണ്ട്രിയയിലെ പാത്രിക്കീസ്, ജെറുസലേമിലെ പാത്രിക്കീസ്, ഇങ്ങനെ ഈ 5 പാത്രിക്കീസ്മാർ. അതുകൂടാതെയാണ് അന്ത്യോക്യയുടെ കിഴക്കൊക്കെയുള്ള ഭാഗങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും അന്ത്യോക്യൻ പാത്രിക്കീസിന് നൽകപ്പെട്ടത്. എന്നാൽ ആഗോള സഭയുടെ ഇതെന്ന് പറയുന്നത് അത് മാർപ്പാപ്പ തന്നെയാണ്. അത് കർത്താവിൻ്റെ പിൻഗാമിയായിരിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയാണ്. ആ മാർപ്പാപ്പ തിരുമേനിയോടുള്ള നമ്മുടെ സ്നേഹവും ബന്ധവും അവിടെയാണ് എല്ലാം നമുക്ക് യോജിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് സംഭവിച്ച അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പൈതൃകം അതാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലേ, നമ്മൾ വചനത്തിലൂടെ നമ്മൾ ഒന്ന് അല്പം വ്യാഖ്യാനിച്ചു പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് തൻ്റെ സർവ്വ ശിഷ്യന്മാർക്കും വേണ്ടിയിട്ട് 3 സ്ഥലത്ത് അധികാരങ്ങൾ നൽകുന്നുണ്ട് എല്ലാവർക്കുമായിട്ട്.
ഒന്നാമതായിട്ട് അന്ത്യത്താഴ സമയത്ത് എല്ലാവരുടെയും ഒരുമിച്ചിരുത്തിയിട്ട് കർത്താവ് പറയുന്നു, ഞാൻ ഈ ചെയ്തത് ഞാൻ തിരിച്ചു വരുന്നത് വരെ, വീണ്ടും വരുന്നത് വരെ നിങ്ങൾ അനുഷ്ഠിക്കുവേ. കർത്താവ് പറഞ്ഞതാണ്. എല്ലാവരോടുമായിട്ട് പറഞ്ഞു. എല്ലാ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ കാണാനായിട്ട് വന്നു. കഥ കടച്ചിരിക്കുകയാണ്. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിപ്പീൻ. നിങ്ങൾ ആരുടെ എല്ലാം പാപങ്ങൾ പരിഹരിക്കുന്നുവോ അവ പരിഹരിക്കപ്പെടും. നിങ്ങൾ ആരുടെ എല്ലാം പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. വിശുദ്ധ വചനത്തിൽ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ എല്ലാവർക്കുമായിട്ടുള്ള സന്ദേശം നമ്മൾ കേൾക്കുകയാണ്. മൂന്നാമതായിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച് വന്നിരിക്കുന്നു. ആ ശിഷ്യന്മാരെ കർത്താവ് അവരോട് പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവേൻ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവേൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കർത്താവിൻ്റെ ആ തിരുവചനം എല്ലാവരോടുമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പത്രോസിനോട് മാത്രമായിട്ട് കർത്താവ് പറയുന്ന 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. നമ്മളതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധ കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് മാർപ്പാപ്പ തിരുമേനിയോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതം നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് ലോകം പറയുന്നത്? ഈ മനുഷ്യരൊക്കെ ഞാൻ ആരെന്നാണ് പറയുന്നത്? അവരോരോ ഉത്തരങ്ങൾ പറയുന്നു. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? മോനെ, ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കില്ലേ മോനെ, ഇങ്ങനെ അവിടെ വെച്ചിട്ട് അങ്ങ് പൊക്കോ കൂട്ടണം. താങ്ക് യു. അപ്പോൾ കാരണം വിശുദ്ധ വചനത്തെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് അത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പത്രോസ് ലീഹായോട് കർത്താവ് പറയുന്നു, പത്രോസ് ലീഹ പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, അപ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. അപ്പൻ്റെ പേര് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് വ്യക്തിപരമാണ് എന്നത് സൂചനയാണ്. അവ പറയുന്നു, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പത്രോസിന് കൊടുത്ത ആദ്യത്തെ ആ ഒരു വലിയ അനുഗ്രഹമാണ്. വീണ്ടും നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 33 മുതലുള്ളതായ വാക്യങ്ങളിലാണ്. അവിടെ പത്രോസിനോട് കർത്താവ് പറയുന്നു, ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ കാറ്റിലെ പതിറുപോലെ പാറ്റുവാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വ്യക്തിപരമായിട്ട് കർത്താവ് പറയുകയാണ്, നീ തിരികെ വന്ന് നിന്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. പത്രോസിനോട് കർത്താവ് പറയാം, സഹോദരങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും നിന്റെ വിശ്വാസം തകരാതിരിക്കാനും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വലിയ സന്ദേശം. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ഉയർപ്പിന് ശേഷം കർത്താവ് ഉയർത്തു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തേടി തിബിരിയാസ് കടലിൻ്റെ തീരത്തേക്ക് ചെല്ലുകയാണ്. കർത്താവ് അവരോട് ചോദിച്ചു, മക്കളെ വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എന്നാൽ വലതുവശത്ത് വലയെറിയുക, അങ്ങനെ മീനൊക്കെ കിട്ടുന്നു, തിരിച്ചു വരുന്നു, പ്രാതൽ ഒരുക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, കേട്ടോ, അപ്പൻ്റെ പേര് പറഞ്ഞാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് പറയും, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. 2, 3 തവണ പത്രോസിനോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ വചനത്തിലുള്ള കാര്യമാണ്. ഇത് വിശുദ്ധ വചനത്തിലുള്ള കാര്യമാണ്. പത്രോസ് ലീഹായിക്ക് കർത്താവ് നൽകിയ ഈ അനുഗ്രഹീതമായ ആ നിയോഗം അത് നമ്മൾ ഉൾക്കൊള്ളണമല്ലോ, മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം പേരുന്ന നമ്മൾ, മറിവാനിയോസ് പിതാവ് നമ്മളെ റോബുമായി ബന്ധിക്കുവാനായിട്ട് വളരെയേറെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒരു അനന്തര ഫലമെന്നുള്ള തലത്തിലാണ് 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ
ഈ ദൈവാലയത്തിന് ഇവിടെ രൂപകൽപ്പന ചെയ്യുവാൻ ദൈവം നിയോഗം ലഭിച്ചതും. അപ്പോൾ അതുകൊണ്ട് മാറിവാനീസ് പിതാവ് പറയുന്നുണ്ട്, നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ സന്തോഷിക്കുവേൻ. ബി ഹാപ്പി ബിക്കോസ് യു ആർ എ കാത്തലിക്. ഈ കാത്തലിക് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതാണ് കാത്തലിക്. നമ്മൾ സങ്കുചിതരല്ല, അല്ലേ? നമ്മൾ സങ്കുചിതരായിപ്പോയാൽ നമ്മൾ കാത്തലിക് ആവത്തില്ല. എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്ന ആ ഒരു വലിയൊരു അനുഭവമാണ്. പ്രിയ മക്കളെ, ഞാനത് ദൈവശാസ്ത്രപരമായിട്ട് ഒന്ന് പറയുന്നു. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഇടവകയുടെ രൂപീകരണവും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശവും നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ രണ്ടാമത്തെ വായനയിൽ നമ്മളത് വായിക്കുകയുണ്ടായി. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വായിച്ചു കേട്ടത്, അവൻ ചിലർക്ക് പ്രവാചകന്മാരായും ചിലർക്ക് ശ്ലീഹന്മാരായും പ്രബോധകരായും ഒക്കെ അധികാരം നൽകി. എന്തിനാണ്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വിശുദ്ധരെ പൗത്രീകരിക്കുവാൻ, രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിൻ്റെ പരിശുദ്ധ സഭയെ പടുത്തുയർത്തുവാൻ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി? ഒന്നാമത് വിശുദ്ധരെ പൗത്രീകരിക്കാൻ. നമ്മൾ വിശുദ്ധരായിട്ട് തീരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പൂർണ്ണത്തിലച്ഛൻ വിശുദ്ധ വചനം ഉൽപ്പത്തി മുതൽ ഇങ്ങനെ എല്ലാ അധ്യായങ്ങളും അല്ലെങ്കിൽ പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിവരിച്ച് നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളത് കേൾക്കുന്നത് നല്ലതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു വിപത്ത് എന്താണെന്ന് ചോദിച്ചാൽ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളുടെ കണ്ണും കാതും കേൾവിയും രുചിയും എല്ലാം സത്യത്തിൽ അശുദ്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്ത് കണ്ടാലും അല്ലെങ്കിൽ എന്ത് നമ്മൾ മനസ്സിലാക്കിയാലും അതിലെല്ലാം അറിയാതെ കടന്നു വരുന്ന ഒരു അശുദ്ധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധർക്ക് മാത്രമേ കർത്താവിനെ കാണാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ, നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾ ഒരുപക്ഷെങ്കിൽ താമരയെപ്പോലെ നമ്മൾ ചെളിക്കുണ്ടിലായിരിക്കാം ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെ ചില ചെളിയുടെയോ അല്ലെങ്കിൽ അശുദ്ധിയുടേതോ ആയ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ അത് നമ്മൾ സംശീകരിക്കേണ്ട കാര്യമില്ല. നമ്മളതിനെ വിശുദ്ധീകരിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുന്നുവെന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിയോഗം വിശുദ്ധരാകുക എന്നുള്ള കാര്യമാണ്. ഈ ഇടവകയുടെ 50 വർഷത്തെ ചരിത്രത്തിൽ നമുക്ക് ഉള്ള ഏറ്റവും വലിയ നിയോഗം അതുതന്നെയാണ്. ഞാൻ കൂടുതൽ വിശുദ്ധിയിലേക്ക് വരുവാൻ. ബഹുമാനപ്പെട്ട അച്ഛൻ പറയുകയുണ്ടായി, ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സമ്പാദിക്കുന്നതല്ല. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ വിശുദ്ധ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇത് പടിപടിയായിട്ടാണ് നടക്കുന്നത്, പടിപടിയായിട്ട്. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധിയിലേക്ക് പടിപടിയായിട്ട് വളർന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. രമ്യതയുടെ ശുശ്രൂഷ ചെയ്യുവാൻ രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ കഴിയണം. നമ്മളുടെ ഇടയിൽ നമുക്ക് ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവനും ഇവളും അല്ലെങ്കിൽ ആ വീട്ടിലെ ഈ വീട്ടിലെ നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് നമുക്ക് ഓർക്കണം. നമ്മുടെ സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. എന്ത് വ്യത്യാസമാണ് ഈ തൊലിപ്പുറത്തിനപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ വ്യത്യാസമുള്ളത്? ഒന്നുമില്ല. നിങ്ങളുടെയും എൻ്റെയും സിരകളിലൂടെ ഒഴുകുന്നത് ഒരേ രക്തം തന്നെയാണ്. നമുക്കതുകൊണ്ട് മനുഷ്യനെ വേർതിരിക്കുന്ന, കീറി മുറിക്കുന്ന എല്ലാ വിഭജന ഭാവങ്ങളിൽ നിന്നും നമ്മളെ വിമുക്തരാകുവാൻ നമുക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവ് നിങ്ങൾക്കറിയാം, അവിടുന്ന് ഈ ഗോശാലയിൽ പിറന്നത് എന്തിനാണ്? ഗോശാലയിൽ പിറന്നതിൻ്റെ കാരണം മനുഷ്യൻ അവൻ്റെ ആ അഭിമാനബോധം സൃഷ്ടിക്കുന്നത്, ഞാൻ അപ്പൻ, ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, അല്ലേ? പേര് കേട്ട ഒരു കുടുംബം. കർത്താവിനൊന്നും പറയാനില്ല. എവിടെയാണ് ജനിച്ചേ? വലിയ മാളികയിലാണ്. ഒന്നുമില്ല കർത്താവിന്. ഞാനും നിങ്ങളും അഭിമാനിക്കുന്നത് ഒന്നുമല്ല എന്ന് മനുഷ്യനെയും ലോകത്തെയും അറിയിക്കുന്നതിന് വേണ്ടി അവിടുന്ന് കാലിത്തൊഴുത്തിൽ അവിടുന്ന് ജനിക്കുകയാണ്. കാലിത്തൊഴുത്തിൽ അങ്ങനെ ആരും ജനിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ ഉച്ചനീചത്വങ്ങൾ, അല്ലേ, അത് നമ്മുടെ ഈ
പൊതുസമൂഹത്തിൽ വർദ്ധാനമായിക്കൊണ്ടിരിക്കുകയാണ്. ദളിതരായ മനുഷ്യർ, അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുന്നവർ, പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്നതായ മനുഷ്യർ, നാം അവരെയൊക്കെ കാണണം, മനസ്സിലാക്കണം, ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. രോഗികളെ, അശരണരെ, അല്ലേ, എല്ലാവരും നമ്മുടേതാണ്, എല്ലാവരും നമ്മുടേതാണ്. എനിക്കും അങ്ങനെ ഒരു ഭാഗതയെ ഉണ്ടാകാൻ സാധിക്കും. ഞാൻ ഇന്ന വീട്ടിൽ ജനിച്ചത് എൻ്റെ മിടുക്കുകൊണ്ടാണോ? നിങ്ങൾ പറ. ഒന്നും അല്ലല്ലോ. നമ്മളെല്ലാം ഇങ്ങനെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കുവാനായിട്ട് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണെന്ന് നാം ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് രമ്യതയുടെ ശുശ്രൂഷ എപ്പോഴും ചെയ്യണം. എങ്ങനെ വിഘടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയരുത്, സംസാരിക്കരുത്. നമ്മൾ ഈ ചിലർക്കാണെങ്കിൽ ഈ കൂട്ടിപ്പിടിപ്പിക്കുന്ന വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തിനാണ്? ഒരു കാര്യമില്ല. അപ്പം നമ്മൾ ഈ പക്വതയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് നന്മ പറയുവാനായിട്ട്, ഇനി എന്തെങ്കിലും കേട്ടാലും സാരമില്ല, പോട്ടെ, നമ്മൾ ഒരുമിച്ച്, അല്ലേ, നമ്മൾ ഇങ്ങനെ രമ്യതയുടെ ആ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മളേവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ എത്ര മനോഹരമാണ്. നമ്മളെ ദൈവം അതിനായിട്ടാണ് വിളിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ തന്നെയാവണം. മൂന്നാമതായിട്ടാണ് വിശുദ്ധ ലേഖനത്തിൽ പറഞ്ഞത്, കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തുക. കർത്താവ് എല്ലായിടത്തും ആവണം. ഈ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം ഇതാണ്, നമുക്ക് കർത്താവിനെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് പറയാം. സ്നേഹത്തിൻ്റെ ഈ സുവിശേഷം, സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വിളമ്പിക്കൊടുക്കാം എന്ന് കർത്താവ് പറയാണ്. സന്തോഷം. നമുക്ക് ഈ സഭയെ നമുക്ക് പടുത്തുയർത്താം. അത് കൂടുതൽ ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നത് അതൊരു കാരണമാണ്. എന്നാൽ അതോടൊപ്പം തന്നെയാണ് ഒരുപക്ഷെ നമ്മളുടെ ബാഹ്യമായ ആ ഒരു കൂട്ടായ്മയിലേക്ക് ചേർന്നില്ലെങ്കിലും എല്ലാവരോടുമുള്ള നമ്മുടെ ആ ഒരു സ്നേഹബന്ധം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വേറൊരു ഇടവകയിൽ, ഈ സമീപ പ്രദേശത്ത് തന്നെ ഉള്ള ഒരു ഇടവകയിൽ പോവുകയുണ്ടായി. ആ പ്രദേശത്ത് ചെന്നപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം എന്നോട് പറയാം, എൻ്റെ പിതാവേ, ഇതുപോലൊരു അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്നാ ചെയ്തു? അച്ഛൻ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ തന്നു. ആരും ഞങ്ങൾക്ക് ഒരച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു കേക്ക് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പം കേക്ക് കൊടുക്കാൻ പറ്റുമോ? കേക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞ മനുഷ്യരാഗ്രഹിക്കുന്നുണ്ട് എന്ത്? എല്ലാവരും നമ്മുടെ ഭാഗമാണെന്ന് കാണുവാനായിട്ട്. ആരെയും മാറ്റി നിർത്തരുത്. എല്ലാവരും പ്രധാനപ്പെട്ടവരാണ്. എല്ലാവരെയും ഇങ്ങനെ നമ്മളൊന്ന് ചേർത്ത് നിർത്തുമ്പോൾ കോഴി തൻ്റെ ചിറകൻ കീഴിലേക്ക് കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലെ നമുക്കും ചേർത്ത് നിർത്താൻ സാധിക്കുക. അതാണ് നമ്മുടെ ഇടവകയുടെ ആ വളർച്ചയുടെ ശക്തി, നന്മ. നമ്മുടെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമുക്ക് ആഗ്രഹിക്കാം. ഈ ഒരു പുതുവത്സരം നമുക്ക് അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മകൻ ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുകയാണ്. പ്രിയ മകനെ, കർത്താവ് മകനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മകൻ, നിന്റെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ്. ഈ കൗമാരം എന്ന് പറയുന്നത് അത് പ്രത്യേകത നിറഞ്ഞതാണ്. മനുഷ്യൻ തൻ്റെ ശരീരത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ അറിയുന്ന ഒരു കാലഘട്ടമാണ്. ലൈംഗികമായി, വൈകാരികമായി, ബുദ്ധിപരമായി, ശാരീരികമായി ഒക്കെ നമ്മുടെ വ്യത്യാസങ്ങൾ അറിയുന്ന ഒരു കാലഘട്ടമാണ് ഈ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള ഒരു പ്രവേശനം. ആ സമയത്ത് സഭ ആഗ്രഹിക്കുന്നുണ്ട് ഈ കുഞ്ഞിനോട്, മോനെ, നീ ആരുടേതാണെന്ന് ചോദിച്ചാൽ നിനക്കൊരു ഉത്തരവുണ്ട്, നീ കർത്താവിൻ്റേതാണ്, നിന്റെ ശരീരം കർത്താവിൻ്റേതാണ്. ആ ശരീരം കർത്താവിൻ്റേതായതുകൊണ്ട് തന്നെ ആ ശരീരത്തെ വലിയ പൂർണ്ണതയിൽ കാത്തു സൂക്ഷിക്കുവാൻ, നന്മയിൽ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം. എല്ലാ പാപവും ശരീരത്തിലാണ് പ്രിയപ്പെട്ട മക്കളെ. എല്ലാ പാപവും ശരീരത്തിലാണ്, എല്ലാ പുണ്യവും ശരീരത്തിലാണ്. രണ്ടും ഒരുപോലാണ്. കർത്താവ് തൻ്റെ ശരീരം എടുത്തതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും പാപം തൻ്റെ ശരീരത്തിൽ ഏൽക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് പുണ്യമാകുവാൻ. നമ്മുടെ ശരീരം നമുക്ക് പരിശുദ്ധമാണ്. നമ്മുടെ ശരീരം നമുക്ക് പുണ്യം ചെയ്യുവാനായിട്ടുള്ള ശരീരമാണ്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്